കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ 50 വരെയാണ് ചെയ്തത്. അപ്പോൾ ജടായുവിൻ്റെ പേര് കേട്ടപ്പോൾ സമ്പാദിക്ക് സന്തോഷമായി. ഇവരെ തിന്നാനുള്ള പരിപാടിയൊക്കെ മാറ്റി ആ ഐഡിയ തന്നെ വേണ്ടാന്ന് വെച്ചു. അത്ര സന്തോഷമായി. എന്നിട്ട് അവർ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു എന്നെ ഒന്ന് ഞാൻ ഏട്ടൻ മരിച്ചത് ഇപ്പോഴാണ് അറിഞ്ഞത്. എത്രയോ കാലമായിട്ട് എനിക്ക് ഏട്ടൻ്റെ വിവരമൊന്നും അറിയില്ല. അതുകൊണ്ട് സമ്പത്തിലേക്ക് പറഞ്ഞുല്ലോ. അപ്പോൾ പറഞ്ഞു അവർ വേഗം ഞാൻ നിങ്ങൾക്ക് കാര്യസാധ്യത്തിന് ഉപകരിക്കുന്ന സംഗതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ശരി പറഞ്ഞപ്പോൾ വാനരന്മാരെ സമുദ്രതീരത്തിലേക്ക് കൊണ്ടുപോയി. സമുദ്രജലത്തിൽ കുളിച്ച് സഹോദരന് ഉദകം ക്രിയ ചെയ്തു. വാനരന്മാർ വീണ്ടും മുമ്പെന്നെ ഇരുന്നിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കംഫർട്ടബിളായിട്ടുള്ള സമ്പാദി വാനന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി എന്താണ് സമ്പാദി പറയണമെന്ന് നമുക്ക് 1, 2, 3, 4, 5 ശ്ലോകം ഒന്നിച്ചാണ്. ലങ്കാനാമ നഗര്യാസ്തേ ത്രികൂടഗിരിമൂർധനി തത്ര അശോകവനെ സീത രാക്ഷസീഭിः സുരക്ഷിത സമുദ്രമധ്യേ സാ ലങ്ക ശതയോജനദൂരത ദൃശ്യത്തെ മേ ന സന്ദേഹ സീതാ ച പരിദൃശ്യത്തെ ഗൃധ്രത്വാദ്ദൂരദൃഷ്ടിർമേ നാത്ര സംശയിതും ക്ഷമം ശതയോജനവിസ്തീർണം സമുദ്രം യസ്തു ലംഘയേത് സ ഏവ ജാനകീം ദൃഷ്ട്വാ പുനരായാസ്യതി ധ്രുവം അഹമേവ ദുരാത്മാനം രാവണം ഹന്തുമുത്സഹേ ഭ്രാതൃഹന്താരമേകാകീ കിന്തു വിവർജിതഃ യതധ്വമതിയത്നേന ലംഘിതും സരിതം പതിം തതോ ഹന്താ രഘുശ്രേഷ്ഠേ രാവണം രാക്ഷസാധിപം. എന്താ പറയണറിയോ? ത്രികൂടഗിരിമൂർധനി, ത്രികൂടപർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ലങ്കാനാമ നഗരി ആസ്തേ. ലങ്ക എന്ന് പേരായിട്ടൊരു പട്ടണമുണ്ട്, നഗരമുണ്ട്. തത്ര അവിടെ അശോകവനത്തിൽ രാക്ഷസീഭി സുരക്ഷിതാഹ സീത ആസ്തേ. രാക്ഷസികളാൽ വേണ്ടും വിധം സുരക്ഷിതയായി സീതയിരിക്കുന്നു. സാ ലങ്ക സമുദ്രമധ്യേ ശതയോജന ദൂരത. ആ ലങ്ക ഒരു ഐലൻഡാണ്, ദ്വീപാണ്. സമുദ്രമധ്യത്തിൽ ഇവിടുന്ന് 100 യോജന ദൂരത്തിൽ മേ ദൃശ്യത്തെ എന്നാൽ കാണപ്പെടുന്നു. സീതാച പരിദൃശ്യത്തെ സീതയും എനിക്ക് കാണാം. ഗൃധ്രത്വാത് മമ ദൂരദൃഷ്ടി എനിക്ക് കഴുകൻ്റെ ദൃഷ്ടി വളരെ ദൂരേക്ക് കാണാത്ത കഴുകന്മാർക്ക്. അപ്പോൾ ഞാനൊരു കഴുകനായതുകൊണ്ട് എനിക്ക് നല്ല ദൂരദൃഷ്ടിയുണ്ട്. അത്ര സംശയിതും നക്ഷമം. ഇതിൽ ഒരു സംശയവും വേണ്ട. ഞാൻ വൃത്തിയായിട്ട് എനിക്ക് ക്ലിയറായിട്ട് കാണാനുണ്ട്. ശതയോജന വിസ്തീർണം സമുദ്രം, 100 യോജന വീതിയുള്ള ഈ സമുദ്രത്തെ യത്തുഹു ലംഘയത് ആർക്കാണ് ലംഘിക്കാൻ പറ്റുക? സയേവ അവൻ തന്നെ ജാനകിയും ദൃഷ്ട്വ ജാനകിയെ കണ്ടിട്ട് പുനഃ ആയാസ്യതി ധ്രുവം വീണ്ടും തിരിച്ചു വരും നിശ്ചയം. ദുരാത്മാനം ഭ്രാതൃഹന്താരം രാവണം ദുഷ്ടനും എൻ്റെ സഹോദരനെ വധിച്ചവനുമായ രാവണനെ ഹന്തും ഏകാക്കി അഹം ഏവ ഉത്സഹേ. അവനെ കൊല്ലാനായിക്കൊണ്ട് ഞാൻ തന്നെ ഉത്സാഹിക്കും. കിന്തു എനിക്ക് പോയി കൊല്ലായിരുന്നു ശരിക്കും. പക്ഷേ കിന്തു പക്ഷവിവർജിതം എനിക്ക് ചിറകുകളില്ലാതായിരിക്കുന്നു. സരിതാംപതിം ലംഘിതും സമുദ്രത്തെ ലംഘിക്കാനായിക്കൊണ്ട് അതിയത്നേന യഥത്വം. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ചെയ്യണം എന്നുണ്ട്. ഞാൻ വയസ്സായിട്ട് എൻ്റെ ചിറകൊക്കെ ഇല്ലാതെ ഇരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം അതിപ്രയത്നം ചെയ്ത് എങ്ങനെയെങ്കിലും ഈ സമുദ്രം കടക്കണം. തതഃ രഘുശ്രേഷ്ഠ. അനന്തരം ശ്രീരാമൻ രാക്ഷസാധിപം രാവണം ഹന്ത. രാക്ഷസാധിപനായ രാവണനെ ഹനിക്കും. എന്താണ്
എവിടെയാണ് എക്സാക്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു സമ്പാദ്യല്ലേ. എന്താ പറഞ്ഞ ത്രികൂടപർവ്വതത്തിൻ്റെ ആ ഒരു ശിഖരത്തിൽ ലങ്ക എന്ന് പേരായൊരു പട്ടണമുണ്ട്. അവിടെ അശോകവനത്തിൽ സീതയെ രാക്ഷസികളാൽ നല്ലവണ്ണം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സീത അവിടെ ഇരിക്കുന്നുണ്ട് അശോകവനത്തിൽ. ആ ലങ്കാനഗരം സമുദ്രമധ്യത്തിൽ ഇവിടുന്ന് 100 യോജന ദൂരത്തിലാണ്. ആ ലങ്കാനഗരത്തിനെയും സീതയും എനിക്കിവിടുന്ന് നന്നായി കാണാനുണ്ട്. അതെന്താ ഇങ്ങനെ കാണാൻ സാധിക്കണമെന്ന് വെച്ചാൽ ഞാനൊരു കഴുകനായതുകൊണ്ട് എനിക്ക് ദൂരദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണതിലൊരു സംശയം വേണ്ട. ആർക്കാണ് 100 യോജന വിസ്താരമുള്ള ഈ സമുദ്രത്തെ ചാടിക്കടക്കാൻ പറ്റുക? അവന് സീതയെ കണ്ട് മടങ്ങി വരാൻ പറ്റും. എൻ്റെ സഹോദരനെ പിന്നെ നിഗ്രഹിച്ച ആ ദുഷ്ടബുദ്ധിയായിട്ടുള്ള രാവണനെ ഞാൻ ഒറ്റയ്ക്ക് പോയി വധിക്കാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് എന്നുള്ള ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ചിറകില്ലാതായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഞാൻ. സമുദ്രലംഘനത്തിന് നിങ്ങൾ നല്ലോണം പ്രയത്നിക്കൂ. നിങ്ങൾ സീതയെ കണ്ട് മടങ്ങിച്ചെന്ന് ഈ വിവരം അറിയിച്ചാൽ, സീത ഇന്ന ദിക്കിലുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ശ്രീരാമൻ വേഗം പോയി രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഒരു ശ്ലോകം കൂടി ഈ സർഗത്തിലുള്ളൂ. ലങ്കാനാമ നഗര്യാസ്തേ ത്രികൂടഗിരിമൂർധനി തത്ര അശോകവനേ സീതാ രാക്ഷസീഭി സുരക്ഷിത സമുദ്രമധ്യേ സാ ലങ്കാ ശതയോജന ദൂരത ദൃശ്യതേ മേന സന്ദേഹ സീതാ ച പരിദൃശ്യതേ. സീതയും എനിക്ക് വൃത്തിയായി കാണാണ്ടെന്ന് പറയാം. ഗദ്ധത്വാ ദൂരദൃഷ്ടിർമേ നാത്ര സംശയിതും ക്ഷമം ശതയോജന വിസ്തീർണം സമുദ്രം യസ്തു ലംഘയേൽ. ആർക്കാ ഈ സമുദ്രം ലംഘിക്കാൻ പറ്റാച്ചാൽ ആ ആൾക്ക് സ ഏവ ജാനകീം ദൃഷ്ട, ജാനകിയെ കാണാം. പുനരായാസ്ഥിതി ധ്രുവം, വേഗം തിരിച്ചു വരാം. അഹമേവ ദുരാത്മാനം രാവണം ഹന്തുമുത്സഹേ. ശരിക്കും എനിക്കെന്നെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. ഭാതുഹന്താരമേകാകി കിന്തു പക്ഷ വിവർജിത. എനിക്ക് കൊല്ലാൻ നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ ഏട്ടനെ കൊന്ന ആളാണ്, ദുഷ്ടനാണ്. പക്ഷെ എനിക്ക് പക്ഷങ്ങളില്ല, ചിറകുകളില്ല. യതധ്വമതിയത്നേന ലംഘിതും സരിതാം പതിം. വേഗം ഉത്സാഹിക്കൂ. തതോ ഹന്താ രഘുശ്രേഷ്ഠോ രാവണം രാക്ഷസാധിപൻ. പിന്നെ ഭഗവാൻ തന്നെ പോയി വധിച്ചോളും, ഉറപ്പാണ്. ഇനി 56 ഉല്ലംഘ്യ സിന്ധും. ഇത് അവസാനത്തെ ശ്ലോകമാണ് ഈ 7ാം സർഗത്തിൽ കേട്ടോ. ഉല്ലംഘ്യ സിന്ധും ശതയോജനായതം ലങ്കാം പ്രവിശ്യാഥ ദ്വിദേഹ കന്യകാം ദൃഷ്ട്വാ സമാഭാഷ്യ ച വാരിധിം പുനഃ സ്തർത്തും സമർത്ഥ കഥമോ വിചാര്യതാം. ശതയോജനായതം സിന്ധും ഉല്ലംഘ്യ. ഈ 100 യോജന വിസ്താരമുള്ള ഈ സമുദ്രത്തിനെ കടന്നിട്ട് ലങ്കാം പ്രവിശ്യ, ലങ്കയിൽ പ്രവേശിച്ചിട്ട് അഥ വിദേഹകന്യകാം ദൃഷ്ട്വാം സംഭാഷ്യ ച, ആ വിദേഹ രാജാവിൻ്റെ ജനകപുത്രിയായിട്ടുള്ള സീതയെ കണ്ട് സീതയോട് വർത്തമാനം പറഞ്ഞ് വാരിധിം പുനഃ തർത്തും, എന്നിട്ട് ഈ സമുദ്രത്തിനെ കടക്കാനായിക്കൊണ്ട് കഥമഹാസമർത്ഥ ആരാണ് വിചാര്യത, ആരാണ് സമർത്ഥൻ അതിനെന്ന് നിങ്ങൾ ആലോചിക്കുമെന്ന്. എന്താ പറയണ വെച്ചാൽ 100 യോജന വിസ്താരമുള്ള ഈ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ പോയി സീതയെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം രണ്ടാമതും സമുദ്രം ചാടിക്കടന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആർക്കാണ്, ഏത് വാനരനാണ് സാമർഥ്യം, നിങ്ങളിൽ ആർക്കാണുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ച് തീർച്ചയാക്കൂ എന്ന് സമ്പാദി പറഞ്ഞു. അതോടെ ഈ സർഗം കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ആലോചിച്ച് തീർച്ചയാക്കൂ ആർക്കാ ചാടിക്കടന്ന് സീതയെ കണ്ട് തിരിച്ചു വരാൻ പറ്റാന്ന് എന്ന് പറഞ്ഞു. ഉല്ലംഘ്യ സിന്ധും ശതയോജനായതം ലങ്കാം പ്രവിശ്യാഥ വിദേഹ കന്യകാം ദൃഷ്ട്വാ സമാഭാഷ്യ ച വാരിധിം പുനഃ സ്തർത്തും സമർത്ഥ കഥമോ വിചാര്യതാം. ആർക്കാണ് കഥമഹ സമർത്ഥ വിചാരിത, ആർക്കാണ് സാമർഥ്യം നിങ്ങൾ കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ ആലോചിച്ച് തീർച്ചയാക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ 7ാം സർഗ. ഇനി 2 സർഗം കൂടി എഴുതില്ലല്ലോ കേട്ടോ. 8ാം സർഗം കിഷ്കിന്ധാകാണ്ഡം, 8ാം സർഗം ആസ് യൂഷ്വൽ
ശിവൻ ശ്രീപാർവതിയോട് പറയണു. ശ്രീ മഹാദേവ ഉവാച അഥ തേ കൗതുകാവിഷ്ട സമ്പാദിം സർവവാനരാ പ്രജച്ഛുർഭഗവൻ ബ്രൂഹി സമുദ്രന്തം ത്വമാദിതഃ അഥ കൗതുകാവിഷ്ടാഃ തേ സർവവാനരാ. അനന്തരം കൗതുകത്തോടു കൂടിയ ആ സകല വാനരന്മാരും ഔത്സുക്യം, ഭഗവൻ, ഹേ പൂജ്യ ആയിട്ടുള്ള ഭഗവാനെ, ഹേ പൂജ്യ സ്വം ഉദന്തം, അതായത് ഈ സമ്പാദി പറഞ്ഞ പിന്നെ എന്താണ് വർത്തമാനത്തിനെ ആദിതം ത്വം ബ്രൂഹി, അതായത് എല്ലാം വിസ്തരിച്ച് പറഞ്ഞാലുമെന്ന് സമ്പാദ്യം പ്രചച്ചു, സമ്പാദിയോട് ചോദിച്ചു. അതായത് അപ്പം ഇങ്ങനെ സമ്പാദി പറഞ്ഞു നിർത്തിയല്ലോ നമ്മൾ. അപ്പോൾ ശിവൻ പറയാണ്, സീതയുടെ വൃത്താന്തം സമ്പാദി പറഞ്ഞ് കേട്ടതൊക്കെ ആ വാനരന്മാർക്കും സമ്പാദിയുടെ ചിറക് എങ്ങനെയാണ് ഇല്ലാണ്ടായതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് സമ്പാദി പറഞ്ഞുല്ലോ, അവിടെ ഉണ്ട് എനിക്ക് വ്യക്തമായി കാണാമെന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ ആ സമ്പാദി കേട്ട അത് കേട്ടപ്പോൾ വാനരന്മാർക്ക്, പക്ഷെ എനിക്ക് ചിറകില്ല, എനിക്ക് പോയി വധിക്കണം എന്നുണ്ട്, എനിക്കതിന് ശക്തിയുണ്ട്, പക്ഷെ എനിക്ക് ചിറകില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സമ്പാദിയുടെ ചിറക് എങ്ങനെയാണ് നശിച്ചതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായി ആർക്ക്? ഈ വാനരന്മാർക്ക്, ഇത് കേട്ട വാനരന്മാർക്ക്. അപ്പം അവർ സമ്പാദിയോട് ചോദിച്ചു, ഹേ കഴുകരാജാവേ, അങ്ങയുടെ സ്വന്തം വൃത്താന്തം ഞങ്ങളോട് ആദ്യം തൊട്ട് അങ്ങയുടെ കഥ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു, സമ്പാദിയുടെ കഥ. കാരണം ഇവർക്ക് അത്ഭുതമായി, എങ്ങനെ സമ്പാദിക്ക് ഇത്ര കൃത്യമായിട്ട് സീത എവിടെ ഇരിക്കണമെന്ന് അറിഞ്ഞത്. എന്നാൽ ചിറകുമില്ല, പാവം ഇപ്പം ചെയ്യാനും പറ്റുന്ന, എങ്ങനെ എൻ്റെ ചിറകില്ലല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അങ്ങയുടെ ചിറകുണ്ടായി എന്ന് മാത്രമല്ല, അങ്ങയുടെ മുഴുവൻ കഥയും, ഞങ്ങൾക്ക് അങ്ങയെപ്പറ്റി ഒന്നും അറിയില്ല, അങ്ങയുടെ മുഴുവൻ കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂന്ന് വാനരന്മാർ സമ്പാദിയോട് പറഞ്ഞു എന്ന് ശിവൻ ശ്രീപാർവതിയോട് പറയുകയാണ്. അഥ തേ കൗതുകാവിഷ്ടാഃ സമ്പാദിം സർവവാനരാ പ്രപച്ഛുർഭഗവൻ ബ്രൂഹി സമുദ്രന്തം ത്വമാദിതഃ. അപ്പോൾ ഈ 2, 3 സമ്പാദി കഥയാമാസ സ്വവൃത്താന്തം പുരാകൃതം അഹം പുരാ ജടായുശ്ച ഭ്രാതരൗ രൂഢയൗവനൗ ബലേന ദർപ്പിതാ വാവാം ബലജിജ്ഞാസയാ ഖഗൗ സൂര്യമണ്ഡലപര്യന്തം ഗന്തുമുൽപ്പതിതൗ മദാത്. എന്താ അറിയോ? സമ്പാദി പുരാകൃതം സ്വവൃത്താന്തം, സമ്പാദി പണ്ട് കഴിഞ്ഞ വർത്തമാനത്തിന് കഥയാമാസ പറഞ്ഞു. എന്താ കഥ പറഞ്ഞത്? ഭ്രാതരൗ അഹം ജടായുച്ച, സഹോദരന്മാരായിട്ടുള്ള ഞാനും എൻ്റെ ഏട്ടനായിട്ടുള്ള ജടായുവും രൂഢ നല്ല യൗവനകാലത്തെ ബലേന ദർപ്പിതവും, അവർ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തിയിൽ വളരെ ഊറ്റം കൊണ്ട് അഹങ്കരിച്ചിട്ട് ഖഗൗ ആവാം, അതായത് ആകാശത്തു കൂടെ പറക്കാൻ സാധിക്കുന്ന പക്ഷികളാണല്ലോ ഞങ്ങൾ 2 പേരും. ഖഗൗ ആവാം ചെന്ന ആകാശഗാമികളായിട്ടുള്ള ഞങ്ങൾ മദാൽ, ആ യൗവനത്തിൻ്റെ മദം കൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട്, ബലജിജ്ഞാസയ, ബലം ആർക്കാണ് അറിയാതെ കൂടുതലെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ട്, സൂര്യമണ്ഡല പര്യന്തം ഗന്തും ഉൽപ്പതിതവും, സൂര്യമണ്ഡലം വരെ ഉയരത്തിലേക്ക് പറക്കാനായിട്ട് ശ്രമിച്ചു. എന്താ പറഞ്ഞേ? പതിച്ചു. സോറി, ഈ പേജ് എന്താ പറഞ്ഞാൽ ഈ ചിറകില്ലാണ്ടായത് എങ്ങനെയാണെന്ന് പറയുകയാണേ. അതായത് സമ്പാദി തൻ്റെ ആ പൂർവ്വകാലത്തെ വർത്തമാനം കഥ പറയാൻ തുടങ്ങി. സഹോദരന്മാരായിട്ടുള്ള ഞാനും ജടായുവും യൗവനം ആയി ഞങ്ങൾക്ക്. ആ സമയത്ത് ഞങ്ങൾക്ക് ശരീരബലത്തിൽ ഞങ്ങളെ അഹങ്കരിച്ചിട്ട് ഞങ്ങളിൽ ആർക്കാണ് അധികം ശക്തി എന്നറിയാനുള്ള ഒരു ഔത്സുക്യം കൊണ്ട് സൂര്യമണ്ഡലം വരെ ഞങ്ങൾ പറക്കാൻ നിശ്ചയിച്ചിട്ട് ഞങ്ങൾ മേൽപോട്ടേക്ക് ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഉയർന്നുയർന്ന് സൂര്യമണ്ഡലം വരെ എത്തിയിട്ട് ആർക്കാണ് ശക്തി എന്ന് തീർച്ചയാക്കാമെന്ന് വിചാരിച്ചത്. ഏറ്റവും ഉയരത്തിൽ ആരാ പറക്കുക എന്നാവും, അതാവും എന്തായാലും. അങ്ങനെ
പറന്ന് 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 ഉയർന്ന് മങ്ങി സൂര്യമണ്ഡലം വരെ. അപ്പോഴോ സമ്പാദി കഥയാമാസ സ്വവൃത്താന്തം പുരാകൃതം അഹം പുരാ ജടായുശ്ച ഭ്രാതരൗരൂഢയൗവനൗ ബലേന ദർപ്പിതാവാം ബലജിജ്ഞാസയാ ഖഗൗ സൂര്യമണ്ഡലപര്യന്തം ഗന്തും ഉൽപ്പതിതൗ മദാത്. അഹങ്കാരം കൊണ്ട് സൂര്യമണ്ഡലം വരെ ഗമിക്കാൻ നിശ്ചയിച്ചിട്ട് മേൽപോട്ടേക്ക് പൊങ്ങി 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 പറക്കാൻ തുടങ്ങി. ഇനി 4, 5. ബഹുയോജന സാഹസ്രം ഗതൗ തത്ര പ്രതാപിത ജടായുസ്തം പരിത്രാതും പക്ഷൈരാച്ഛാദ്യമോഹത സ്ഥിതോഹം രശ്മിഭിർദഗ്ധപക്ഷോസ്മിൻ വിന്ധ്യമൂർധനി പതിതോ ദൂരപതനാൻ മൂർച്ഛിതോഹം കപീശ്വരാ. എന്തൊരഹങ്കാരം നോക്കൂ. ബഹുയോജന സാഹസ്രം അനേകായിരം യോജന ദൂരം ഗതൗ ഞങ്ങൾ 2 പേരും ഉയർന്ന് പറന്നു. അത്ര ജടായുഹു പ്രതാപിത അവിടെ ജടായു വല്ലാതെ ചൂടനുഭവിച്ചിട്ട് സൂര്യൻ്റെ ചൂട് കൊണ്ട് തം പരിത്രാതും അവനെ രക്ഷിക്കാനായിക്കൊണ്ട് മോഹത അവനുള്ള സ്നേഹാധിക്യത്താൽ പക്ഷൈഹി ആച്ഛാദ്യ അതായത് എന്താണ് ചിറകുകൊണ്ട് മറച്ചു. ആച്ഛാദനം ചെയ്യാൻ പറഞ്ഞാൽ കവർ ചെയ്തു. സ്ഥിത അഹം അങ്ങനെ ജടായുവിനെ രക്ഷിക്കാനായിട്ട് ജടായുവിനെ ചൂടണ്ടാൻ വിചാരിച്ചിട്ട് വല്ലാതെ ചുട്ടപ്പളേ സ്വന്തം സമ്പാദിയുടെ ചിറകുകൊണ്ട് ജടായുവിനെ കവർ ചെയ്തു. അങ്ങനെ നിന്നു ഞാൻ. സ്ഥിത അഹം. അപ്പോൾ അങ്ങനെ നിന്ന ഞാൻ രശ്മിഭി ദഗ്ധപക്ഷ ഈ സൂര്യൻ്റെ അതിതാപമുള്ള രശ്മികളെ കൊണ്ട് എൻ്റെ ചിറക് ദഹിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ദഹിപ്പിക്കപ്പെട്ട ചിറകുകളോട് കൂടിയവനായിട്ട് അസ്മിൻ വിന്ധ്യമൂർധനി വിന്ധ്യപർവ്വതത്തിൻ്റെ ശിരസിൽ പതിച്ചു. കപീശ്വര ഹേ വാനരന്മാരെ ദൂരപതനാത് ഇത്ര ദൂരത്തു നിന്നുള്ള വീഴ്ച കാരണം അഹം മൂർച്ഛിത ഞാൻ ബോധം കെട്ടു. എന്താ പറയണേ? ഞങ്ങൾ 2 പേരും ഇങ്ങനെ അനേകായിരം യോജന ദൂരം മുകളിലേക്ക് പറന്ന് ഉയർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജടായുവിന് ഈ സൂര്യൻ്റെ രശ്മിയുടെ താപം സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ എൻ്റെ അനിയനാണ് കേട്ടോ ജടായു. എൻ്റെ അനിയനായിട്ടുള്ള അവൻ അറിയാതെ ഏട്ടൻ എന്ന് പറഞ്ഞു തോണ്ട കഴിഞ്ഞാൽ കേട്ടോ, സോറി, അനിയനാണ്. എൻ്റെ അനിയനായിട്ടുള്ള അവനോടുള്ള എൻ്റെ ആ സ്നേഹവും ആ രക്ഷിക്കണം എന്നുണ്ടാവുമല്ലോ. താഴെയാകുമ്പോൾ നമുക്ക് കൗതുകവും സ്നേഹമൊക്കെ അധികമല്ലേ. അപ്പോൾ എൻ്റെ അനിയനായതുകൊണ്ട് അവന് വല്ലാതെ ഉഷ്ണം തോന്നി. ഞാനിപ്പം എനിക്ക് വല്ലാതെ ഉഷ്ണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ രക്ഷിക്കാനായിട്ട് അതിസ്നേഹം കൊണ്ട് എൻ്റെ അനിയനോടുള്ള അതിസ്നേഹം കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ചിറകൊണ്ട് ഞാൻ അവനെ മറച്ചു നിന്നു കുറച്ചു നേരം. ആ സൂര്യരശ്മികളുടെ താപം കൊണ്ട് അപ്പോൾ എൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയി. അപ്പോൾ പിന്നെ അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലോ. ചിറകില്ലെങ്കിൽ പക്ഷികൾക്ക് നിൽക്കാൻ പറ്റുമോ? ആകാശത്ത് അങ്ങനെ വീഴും അല്ലേ. ആ ചിറക് കരിഞ്ഞു പോയപ്പോൾ ഞാൻ ആ വിന്ധ്യപർവ്വതത്തിൻ്റെ ആ ഒത്ത മുകളിൽ ഞാനങ്ങോട്ട് വീണു. എത്ര അകലെയെന്നല്ലേ, സൂര്യൻ്റെ അടുത്തുനിന്ന് വിന്ധ്യപർവ്വതത്തിലാണ് വന്ന് വീണു. എത്ര ദൂരാണ് വീണത് അല്ലേ. എത്ര ഫോഴ്സാവും വീഴുമ്പോൾ. ഹേ വാനരവീരന്മാരെ, ഇത്ര ദൂരത്തു നിന്ന് താഴത്ത് വീണത് കൊണ്ട് എനിക്ക് എൻ്റെ ബോധം പോയി. ഞാൻ ബോധം കെട്ടു. അപ്പോൾ മോഹാലസ്യപ്പെട്ടു എന്നർത്ഥം. അതാണ് ഉണ്ടായത്. ഉയർന്നുയർന്ന് പൊങ്ങിയപ്പോൾ ജടായു അനിയനാണ്. അപ്പോൾ വളരെയധികം രക്ഷിക്കണം എന്നുള്ള ഒരിതുണ്ടാവുമല്ലോ ഏട്ടന്. ജടായുവിന് വല്ലാതെ ചുടണമെന്ന് പറഞ്ഞപ്പോൾ ഓർത്തില്ല. സ്വന്തം ചിറകൊണ്ട് അങ്ങോട്ട് ജടായുവിനെ മറച്ചു. ജടായുവിൻ്റെ ഉഷ്ണം പോട്ടെ, അവനവൻ്റെ കാര്യം ആലോചിച്ചില്ല. അതിസ്നേഹം കൊണ്ടേ അപ്പം എന്തായി, അവനവൻ്റെ സമ്പാദിയുടെ ചിറക് കരിഞ്ഞ് സമ്പാദി അത്ര ഉയരത്തുനിന്ന് വിന്ധ്യപർവ്വതത്തിലേക്കാണ് വീണപ്പോൾ പാവം ബോധം കെട്ടുന്ന. ബഹുയോജന സാഹസ്രം ഗതൗ തത്ര പ്രതാപിത ജടായുസ്തം പരിത്രാതും പക്ഷൈരാച്ഛാദ്യമോഹത സ്ഥിതോഹം രശ്മിഭിർദഗ്ധപക്ഷോസ്മിൻ വിന്ധ്യമൂർധനി പതിതോ ദൂരപതനാൻ മൂർച്ഛിതോഹം കപീശ്വരാ.
ഇത്ര ദൂരത്തുനിന്ന് വീണോണ്ടേ ഞാൻ ദൂരപതനാണ് അല്ലേ, അതുകൊണ്ട് ഞാൻ മൂർച്ഛിച്ചു, ബോധം കേട്ടു. 6 ദിനത്രയാൽ പുനഃ പ്രാണസഹിതോ ദഗ്ധപക്ഷക ദേശം വാ ഗിരികൂടാൻ വാ ന ജാനേ ഭ്രാന്തമാനസ. ദിനത്രയാൽ 3 ദിവസം ബോധം കെട്ട് കിടന്നു. പുനഃ പ്രാണസഹിത, പിന്നെ ഭാഗ്യത്തിന് പ്രാണൻ പോയില്ല. ദഗ്ധപക്ഷക, ഈ ദഹിച്ച ചിറകുകളോട് കൂടിയവനും, ഭ്രാന്തമാനസ, വല്ലാത്ത ഭ്രമിച്ച മനസ്സോടുകൂടിയവനുമായിട്ട്, ദേശം വാ ഗിരികൂടാൻ വാ ന ജാനേ, ഞാൻ എവിടെയാണ് കിടക്കണമെന്നോ ഏത് ശിഖരത്തിലാണെന്നോ അറിയാണ്ടേ എനിക്ക് മനസ്സ് നഷ്ടപ്പെട്ട പോലെ. എന്താ പറയുക പറഞ്ഞ, ഇങ്ങനെ ഞാൻ 3 ദിവസം ബോധമില്ലാതെ കിടന്നു. സമ്പാദി പറയണേ, അത് പിന്നെ പ്രാണൻ തിരിച്ചു കിട്ടി, മോഹാസ്യം തീർന്നു. എന്നിട്ടോ ഈ ചിറകുകൾ ഇല്ലാതെ ഈ ആയിലോ ഞാൻ എന്നുള്ള ദുഃഖം കൊണ്ട് മനസ്സ് പതറിയിട്ട് ഞാൻ ഏത് ദേശത്തിൽ ഏത് പർവ്വത ശിഖരത്തിലാണ് ഞാൻ കിടക്കണമെന്നൊന്നും എനിക്കൊരു ബോധമില്ലാതെ, ഞാൻ എവിടെയാണെന്നും കൂടി എനിക്കറിയാതെ ദുഃഖമുണ്ട്. ചിറക് നഷ്ടപ്പെട്ടതിൻ്റെ എന്താ കഥ? ഒരു പക്ഷിക്ക് ചിറക് നഷ്ടപ്പെട്ടാൽ പിന്നെ യാതൊരു ശക്തിയില്ല അല്ലേ. ദിനത്രയാൽ പുനഃ പ്രാണസഹിതോ ദഗ്ധപക്ഷക ദേശം വാ ഗിരികൂടാൻ വാ നജാനേ ഭ്രാന്തമാനസ. മനസ്സ് നഷ്ടപ്പെട്ടുപോയി, മനസ്സിന് സ്വസ്ഥതയില്ലായിട്ട് സങ്കടം കൊണ്ടേ. ശനൈരുന്മീല്യ നയനേ ദൃഷ്ട്വാ തത്രാശ്രമം ശുഭം ശനൈഹി ശനൈരാശ്രമസ്യ സമീപം ഗതവാനഹം. ശനൈഹി നയനെ ഉന്മീല്യ, പതുക്കെ കണ്ണ് തുറന്നിട്ട്, തത്ര ശുഭം ആശ്രമം ദൃഷ്ട്വ, അവിടെ നല്ലൊരാശ്രമം കണ്ടിട്ട്, ശനൈഹി ശനൈഹി, പതുക്കെ വളരെ പതുക്കെ, ആശ്രമസ്യ സമീപം, ആശ്രമത്തിന് സമീപത്തെ, അഹം ഗതവാൻ, ഞാൻ ഗമിച്ചു, ആശ്രമത്തിലേക്ക് ഞാൻ പോയി. അതോ പതുക്കെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കുറച്ചപ്പുറത്തായിട്ടൊരു ആശ്രമം കണ്ടു. അപ്പോൾ അവിടേക്ക് ഞാൻ വളരെ മെല്ലെ മെല്ലെ ആ ആശ്രമത്തിന് സമീപത്തിലേക്ക് ഞാൻ ചെന്നെത്തി എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി 3 ശ്ലോകം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ശ്ലോകം, അപ്പോൾ അത് ആകുമ്പോഴേക്കും സമയാധ്യാവും നിശ്ചയില്ല. അപ്പോൾ നമുക്ക് 7 കഴിഞ്ഞിവിടെ നിർത്താം. ഇവിടെ അതായത് പിന്നെ ജടായു ചിറകറ്റ് വീണ് ബോധം കെട്ട് 3 ദിവസം കിടന്ന് കണ്ണ് തുറന്നപ്പോൾ കുറച്ച് അകലെയായിട്ടൊരു ആശ്രമം കണ്ടപ്പോൾ വളരെ വളരെ പതുക്കെ ആ ആശ്രമത്തിൻ്റെ സമീപത്തേക്ക് നിരങ്ങി നീങ്ങി എത്തി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.